രക്തത്തിൽ അലിഞ്ഞ കൈവശമാണ്, അത് ബാത്തിലാകും. രക്തത്തിൽ അലിഞ്ഞ കൈവിഷം അത് ബാത്തിലാകും. കുറെ പഴക്കമുള്ള കൈവിഷമാണ്, അത് ബാത്തിലാവോ? ഈ ഒരു അമല് ചെയ്താൽ അത് ബാത്തിലാകും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ പറയാൻ പോകുന്നത് എന്താണ് കൈവിഷം. ഇതിന് മുന്നൊക്കെ നമ്മൾ കുറേ മജ്ലിസിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ് കൈവിഷമെന്നും അതിൻ്റെ പരിഹാരം എന്താണെന്നും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൈവിഷം അത് രക്തത്തിൽ കലർന്നാൽ അത് ബാത്തിലാവുമോ, പഴക്കം ചെന്ന കൈവിഷം ബാത്തിലാവുമോ? ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് കൊണ്ട് ആ രണ്ട് കൈവിഷങ്ങളും ബാത്തിലാകും. എങ്ങനെയെന്നല്ലേ? കൈവിഷം എന്ന് പറഞ്ഞാൽ മൂർത്തികൾക്ക് ഇഷ്ടമുള്ള ഭസ്മത്തിലേക്ക് അവർ ആവാഹിച്ച് അത് ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും വയറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലാണ് അത് കൈവിഷമായി മാറുന്നത്. ആ കൈവിഷം വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലുതായ ബുദ്ധിമുട്ടുകളാണ്. അവൻ്റെ സാമ്പത്തികമായിട്ടും അവൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൻ തളരാൻ തുടങ്ങും. അവൻ്റെ ജോലി നഷ്ടപ്പെടാൻ തുടങ്ങും. അവനിക്ക് എന്നൊന്നുമില്ലാത്ത ക്ഷീണം, എപ്പോഴും ദേഷ്യം, ഒറ്റയ്ക്കിരിക്കാനുള്ള ടെൻഡൻസി, ആത്മഹത്യാ ടെൻഡൻസി, വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ചുട്ടുകാളലുകൾ, ഗ്യാസ് ട്രബിൾ പോലുള്ള അസുഖങ്ങൾ, വലുതായി അവൻ ശാരീരികമായും മാനസികമായിട്ടും അവനങ്ങ് തളർന്നു പോകും. മൂർത്തികളുടെ പ്രയാസങ്ങൾ ശരീരത്തിലേറ്റ് കഴിഞ്ഞാൽ അവൻ വല്ലാതെ വയലൻ്റ് ആകും, ഇളകാൻ തുടങ്ങും. ഇതൊക്കെ കൈവിഷം കൊടുത്തുകൊണ്ട് വയറ്റിലേക്ക് എത്തിക്കുന്നതാണ്. ഇത്തരം രക്തത്തിൽ കലർന്ന കൈവിഷം ബാത്തിലാവാൻ, പഴക്കം ചെന്ന കൈവിഷം ബാത്തിലാവാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നൊരു അമല് പറയാണ്. ഒരു മരുന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കൈവിഷവും, എല്ലാ ഇത്തരം മൂർത്തികളുടെ പ്രയാസങ്ങൾ വയറ്റിൽ ചെന്ന് പെട്ട ഇത്തരം കൈവിഷയങ്ങൾ, മൂർത്തിയുടെ പ്രയാസങ്ങൾ എല്ലാം ബാത്തിലാകും. അത് അവിടെ നിന്ന് കരിഞ്ഞു പോകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് തങ്ങൾ പറയുന്ന പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലിയ ബുദ്ധിമുട്ടിലും വലിയ പ്രയാസത്തിലും വലിയ ഇടങ്ങേറിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വിളിക്കുന്നവർ, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് വരാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. സകല പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് ഇനി തീർത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ പുരോഗതി നൽകണം. അല്ലാഹ് ഞങ്ങളെ ശത്രുക്കൾക്ക് അല്ലാഹ് നല്ല മനസ്സ് നീ കൊടുക്കണേ റബ്ബേ, നല്ല ദിശാബോധം നീ കൊടുക്കണേ തമ്പുരാനെ. ഇത്തരം കൈവിഷയങ്ങൾ ബാത്തിലാകാനുള്ള ഒരു മരുന്ന് നമ്മൾ എടുക്കേണ്ടത് കുറച്ച് വെളുത്ത ഉള്ളി, അത് തൊലി കളഞ്ഞ് വെളുത്ത ഉള്ളി എടുക്കുക, കുറച്ചെടുക്കുക. പിന്നീട് വയമ്പ്, ഇത് രണ്ടും കൂടി ഒന്ന് കലർത്തുക, ഒന്ന് മിക്സ് ചെയ്യുക. വയമ്പൊന്ന് അരച്ച് ഈ വെളുത്ത ഉള്ളിലേക്ക് ചേർത്ത് അതൊന്ന് അരക്കുക. രണ്ടും കൂടി അരച്ച് അത് ഗുളിക രൂപത്തിലാക്കുക. അതായത് ഓരോ ഉരുട്ടി വെക്കുക. എന്നിട്ട് എന്നും രാവിലെ വെറും വയറ്റിൽ അത് കഴിക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായ ഒരു 91 ദിവസം ഇപ്രകാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എന്നും ഇത് ഒരെണ്ണം, ഒരു ഗ്ലാസ് വെള്ളം, ഒരിക്കലും നിർത്തരുത്. ഇങ്ങനെ നിങ്ങൾ 91 ദിവസം നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കൈവിഷം അത് ബാത്തിലാകും. അത് അവിടമിൽ നിന്ന്, വയറ്റിൽ നിന്ന് കരിഞ്ഞു പോകും. ഇത്തരം മൂർത്തികളുടെ ശല്യങ്ങൾ ഇല്ലാതെയാകും. ഇത്തരം പ്രയാസങ്ങളുള്ളവർ മാത്രം ചെയ്യാം.
മാത്രം ഈ ഒരു അമലിനെ ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത്തരം പ്രയാസങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ അള്ളാഹുവെ നീ ബാത്തിലാക്കി നൽകണം അല്ലാ. ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണം അല്ലാ. ജീവിതത്തിൽ വലിയ വിജയം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്. ചില ആളുകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇതൊരു മിത്ത് മാത്രമാണ്, ഇത് വെറും ഇല്ലാ കഥകൾ മാത്രമാണ്. കൈവിശൊക്കെ ഉണ്ടോ? അനുഭവിക്കുമ്പോഴാണ് അറിയാം. അനുഭവിക്കുമ്പോഴാണ് അനുഭവസ്ഥർക്കാണ് അറിയാം. അനുഭവമാണല്ലോ എപ്പോഴും നമ്മുടെ ഗുരു. ഒരു പാഠം അനുഭവമാണ് എപ്പോഴും. കുറേ ആളുകൾക്കൊന്നും ഇതിൽ വിശ്വാസമില്ല. കുറേ ആളുകളൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ പറയാറുണ്ട്, ഇത് ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു, ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു, ഇതൊക്കെ ഇല്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങളെ വീട്ടിലേക്ക് വരുമ്പോഴാണ്, ഞങ്ങളെ വീട്ടിലേക്കും ഇത്തരം പ്രയാസങ്ങൾ വന്നു ചേരുമ്പോഴാണ്, ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്ന് ഇളകാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ വരെ അത്ഭുതപ്പെടുന്നത്, ഞങ്ങൾ വരെ കോരി തരിച്ചു പോകുന്നത്. എത്ര ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത്തരം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന, സങ്കടപ്പെടുന്നവർ, എവിടെ പോയിട്ട് ഞങ്ങൾക്കൊരു നിർഗതിയില്ല, എവിടെ പോയിട്ട് ഞങ്ങൾക്കൊരു വിജയമില്ല, എന്ത് ചെയ്തിട്ടും ഞങ്ങൾക്കൊരു വിജയമില്ല, ഇതിന്ന് വലിയൊരു മോചനം ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ ഇതൊന്ന് ചെയ്തു നോക്ക്. അല്ലാഹുവേ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു ഞങ്ങൾക്ക് നീ തീർത്ത് നൽകണം അല്ലാ. ജീവിതത്തിൽ വലിയ വിജയം അല്ലാ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ പ്രയാസമുള്ളവർ ഈ ഒരു അമലിനെ ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ 5:45 സയ്യിദിയ മജ്ലിസ് ഈ ഒരു ചാനൽ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.